ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ MKP വളം ഉണ്ടല്ലോ, വെച്ചാൽ മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, ഇത് ഏത് സമയത്താണ് കൊടുക്കേണ്ടത്? അതേപോലെ തന്നെ നമ്മളെ SOP വളം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, ഇത് ഏത് സമയത്താണ് കൊടുക്കേണ്ടത്? ഇത് രണ്ടും കൂടി ഒപ്പരം കൊടുക്കാൻ പറ്റുമോ എന്നീ കാര്യങ്ങളാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറയാറുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിരന്തരമായിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ചെടികൾ നട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാസവളങ്ങൾ കൊടുക്കുമല്ലോ, ഫോളിയറായിട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ. അപ്പോൾ NPK വളങ്ങളൊക്കെ നമ്മൾ സാധാരണ നോർമൽ റേഷ്യോയിലുള്ള വളങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുത്തു പോരും. പക്ഷേ ജൈവ മണ്ണ് കൊടുത്താലും ഇലകളിൽ രാസരൂപത്തിൽ നമ്മൾ ഫോളിയറായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ NPK 19 എന്ന് പറഞ്ഞ വളങ്ങളാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. പിന്നീട് അത് കഴിഞ്ഞ് പൂക്കാനുള്ള ഒരു ടൈമിലാണ് നമ്മൾ ചിലപ്പോൾ DAP വളം, നാനോ DAP വളം അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ ഈ MKP വളം എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ MKP വളം എന്ന് പറഞ്ഞാൽ മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നൈട്രജൻ തീരെ തന്നെ ഇല്ല. അതേപോലെ തന്നെ ഇതിൽ ഫോസ്ഫറസ് 52%, അതേപോലെ നമ്മളെ പൊട്ടാസ്യം 34% അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫോസ്ഫറസും അതേപോലെ പൊട്ടാസ്യമാണ് അടങ്ങിയിട്ടുള്ളത് കൂടുതലായി. ഫോസ്ഫറസ് ആണ് കൂടുതലായിട്ട് അടങ്ങിയത്. അപ്പോൾ ഫോസ്ഫറസ് നമ്മൾ എന്തിനാണ് കൊടുക്കുക? ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക. അപ്പോൾ മണ്ണിൽ നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ കൊടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോളിയറായിട്ട് ഈ MKP വളം നമുക്ക് ആ ഒരു സമയത്ത് കൊടുക്കുക. വെച്ചാൽ പൂക്കാനായ ചെടികൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. 52% ഫോസ്ഫറസ് ഉണ്ട്, അതേപോലെ 34% പൊട്ടാസ്യം ഉണ്ട് അതിന് സപ്പോർട്ടിങ് ആയിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെടികളെ വേര് വളർച്ചയ്ക്കും അതേപോലെ ചെടികൾ നല്ല ഹെൽത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ കറക്റ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നമ്മൾ കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ നമ്മൾ കൊടുക്കാമെന്ന്, ഇപ്പോൾ രാസവളം മണ്ണിൽ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കത് മണ്ണിൽ കലക്കി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മണ്ണിൽ കലക്കി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു 5 to 10 ഗ്രാമിൻ്റെ അടുത്തൊക്കെ എടുക്കാം നമുക്ക്. അത് ഒരു കാരണവശാലും ഡോസേജ് കൂടരുത്. ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ 5 ഗ്രാം വരെ മാത്രം എടുത്താൽ മതി. അത് മതി. രാവിലെ അയച്ചാൽ സൂര്യപ്രകാശം നല്ല രീതിയിൽ വെയിൽ വരുന്നതിന് മുന്നായിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു ടൈമിൽ മാത്രം. അത് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയ തൈകൾക്ക് പോയിട്ട് ഈ MKP നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒരുപാട് പേര് എന്നോട് കംപ്ലൈൻറ്റ് പറയുന്നതാണ്, അവരിത് വീട്ടിൽ പോയിട്ട് ഈ MKP വാങ്ങിയിട്ട് മണ്ണിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചെടി ഉണങ്ങിപ്പോയി, മണ്ണ് വിണ്ട് കയറി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, മണ്ണിൽ നമ്മൾ രാസവളം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജൈവവളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. രാസവളം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മണ്ണിൽ നല്ല രീതിയിൽ ഈർപ്പം വേണം, ഡോസേജ് കൂടരുത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് വിണ്ട് കയറും, അതേപോലെ വേരുകൾ ഉണക്കം വരും, ചെടി ഉണങ്ങിപ്പോവും, ഫുള്ളും നശിച്ചു പോകും. അപ്പോൾ മണ്ണിൽ ഈർപ്പമില്ലാതെ നമ്മൾ രാസവളങ്ങളൊന്നും മണ്ണിൽ കൊടുക്കരുത്. കഴിയുന്നതും രാസവളം മണ്ണിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ആരോടും മണ്ണിൽ കൊടുക്കാൻ വേണ്ടി പറയുന്നില്ല. മണ്ണിൽ ജൈവം കൊടുത്തിട്ട് ഇലകളിൽ നമ്മൾ ഫോളിയറായിട്ട് രാസവളങ്ങൾ കൊടുക്കാം. അപ്പോൾ പൂക്കാനായിട്ടുള്ള ചെടികൾക്കാണ് നമ്മൾ ഈ MKP കൊടുക്കേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, MKP നമ്മൾ പലരും ചോദിക്കുന്നതാണ്, MKPൻ്റെ കൂടെ അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ് മിക്സ് ചെയ്ത് കൊടുത്തൂടെ എന്നുള്ളത്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വിപരീത ഫലം വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഫോസ്ഫറസ് അതേപോലെ പൊട്ടാസ്യം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഫലം വരും. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. MKP കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് എല്ലാവരും ചോദിച്ചിട്ടുള്ളതാണ് നമ്മളെ SOP വളം. ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? പൂക്കാൻ വേണ്ടിയിട്ടാണോ കൊടുക്കേണ്ടത്? എപ്പോഴാണ് കൊടുക്കേണ്ടത്? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ SOP വളം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂവിട്ട് കായ് ആവല്ലോ, അത് ചെറിയ കണ്ണി കായ് ആവുന്ന ടൈമിലാണ് നമ്മൾ ഈ SOP വളം കൊടുക്കേണ്ടത്. SOP വളം എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ആണ്. പക്ഷേ 50% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, അതേപോലെ 18% നമ്മൾ സെക്കൻഡറി എലമെൻറ്റ്സ് ആയിട്ടുള്ള സൾഫറും അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫോസ്ഫറസോ നൈട്രജനോ ഒന്നും ആ ഒരു വളത്തിൽ അടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കന്നി ആവുന്ന വെച്ചാൽ പൂവിട്ട് ചെറിയ കായ് ആവുന്ന ഒരു ടൈമിലാണ് ചെടികൾക്ക് കൂടുതലായിട്ട് പൊട്ടാസ്യം ആവശ്യമായിട്ട് വരുന്നത്. കാരണം കായ് നല്ല വലുപ്പത്തിൽ വെത്താനും നല്ല ഷേപ്പിലെത്താനും നല്ല മധുരത്തിൽ നല്ല ടേസ്റ്റിൽ വരാനും അതിൻ്റെ കറക്റ്റായിട്ടുള്ള മധുരം കിട്ടാനും ഇതിനൊക്കെ പൊട്ടാസ്യം കൂടുതലായിട്ട് ആ ഒരു സമയത്ത് വേണം. അപ്പം നമ്മൾ ജൈവ രൂപത്തിൽ പൊട്ടാസ്യം കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ടിങ് ആയിട്ട് നമുക്കിത് ഫോളിയറായിട്ട് നമ്മൾ കൊടുക്കാം ഇലകൾ. അപ്പോൾ ഇതും നമ്മൾ കൊടുക്കേണ്ട എത്രയാണ്? നമ്മൾ 5 ഗ്രാം വരെ മാക്സിമം എടുത്താൽ 2 to 5 ഗ്രാം വരെ മാക്സിമം എടുത്താൽ മതി. അത് എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിരാവിലെ തന്നെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൊടുക്കേണ്ട ഗ്യാപ്പ് എത്ര എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഒരു 15-20 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ കൊടുത്താലും യാതൊരുവിധ കുഴപ്പമില്ല. ഇനി SOP കൊടുത്ത പിറ്റേന്നോ അല്ല അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ടും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കട്ടോ. കാരണം ആ ഒരു സമയത്ത്
മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് ബോറോൺ ആ ഒരു സമയത്ത് ആവശ്യമാണ്. അപ്പോൾ SOP കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാരത്ത് തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാം. പക്ഷേ MKP നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഏകദേശം ഒരു രൂപത്തിൽ പറയാനുള്ളത്. എന്ത് ചെയ്യുകയെന്നുണ്ടെങ്കിലും നമ്മൾ മണ്ണിൽ ഈർപ്പം നിലനിർത്തണം. അതേപോലെ മണ്ണിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മണ്ണിലെ അസിഡിക്ക് നമ്മൾ മാറ്റും വേണം കേട്ടോ. നല്ലത് മണ്ണിൽ ജൈവ രൂപത്തിൽ കൊടുക്കുക, ഇലകളിൽ ഫോളിയറായിട്ടും വളങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്